നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വസീഫിന് വേണ്ടി പ്രചാരണത്തിന് ഞാൻ ഇറങ്ങും. കണ്ടോളി നിങ്ങൾ. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി വസീഫിനെ ഞാൻ വോട്ട് ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ ആര് തടഞ്ഞിട്ടും ഒരു കാര്യമല്ല, അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്തുകൊണ്ട് വസീഫ് മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വിജയിക്കണം എന്ന് ഞാൻ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം, ഒന്ന് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്, ചാനൽ ചർച്ചകളിലും മറ്റൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ്. വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് തമ്മാടിത്തരം ചെയ്താലും കണ്ണടച്ച് സമ്മതം മുഴുന്ന ആളുകളല്ല. നമസ്കാരമുണ്ട്, കമറുദ്ദീനാണ്. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദീകരണമാണ്. കാരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ കമറു ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടിയാണ് എന്തുകൊണ്ട് വസീഫ് മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വിജയിക്കണം എന്ന് ഞാൻ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം, ഒന്ന് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്, ചാനൽ ചർച്ചകളിലും മറ്റൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാർ വരണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി വസീഫിനെ ഞാൻ വോട്ട് ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ ആര് തടഞ്ഞിട്ടും ഒരു കാര്യമല്ല, അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. കമറുദ്ദീൻ്റെ ഒരു ആദർശമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്, അത് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെ കരം. അവിടെ മാറ്റൊന്നും സംഭവിച്ചില്ല. പക്ഷെ നിലപാടുകളിൽ എന്നും നിഷ്പക്ഷത പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അത് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് തമ്മാടിത്തരം ചെയ്താലും കണ്ണടച്ച് സമ്മതം മുഴുന്ന ആളുകളല്ല. ഇവിടെ എന്താ പറയുക, എതിർ ശബ്ദമുള്ളിടത്ത് ജനാധിപത്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എതിർ ശബ്ദം എൻ്റെ ഒരു എതിർ ശബ്ദം ഇങ്ങനെയാണ്. കാരണം ഒരുപാട് ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. യൂത്ത് ലീഗിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഒരുപാട് ഫൈസൽ ബാബുവിനെ പോലുള്ള ഏത് ഭാഷയും പ്രത്യേകിച്ച് ഇന്ത്യയൊക്കെ കൈകാര്യം ചെയ്യാൻ അത്രയും കഴിവും പ്രാപ്തിയുള്ള ചെറുപ്പക്കാർ ഈ മുസ്ലിം ലീഗിൽ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് പ്രായമായവരെ തന്നെ വീണ്ടും നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ പ്രായമായ നേതാക്കന്മാർക്കൊന്ന് വിചാരിച്ചൂടെ, എത്രയോ ചെറുപ്പക്കാരുണ്ട്, ഞങ്ങളൊന്ന് മാറുന്നു കൊടുക്കട്ടെ. അപ്പോൾ ഇവർ പറയാണ്, എനിക്കൊരു സുഹൃത്ത്, മുസ്ലിം ലീഗിൻ്റെ സുഹൃത്ത് എനിക്ക് മെസ്സേജ് പറയാണ്, സുഹൃത്തെ ഫാസിസത്തെ പോരാടാനാണ്, ഒരുപാട് മോദിക്കെതിരെ യുദ്ധം ചെയ്യാനാണ്. അപ്പോൾ എക്സ്പീരിയൻസിൽ ആയിട്ടുള്ള ആളുകൾ പോകണം. ഇതുപോലെ പോരാടാനും യുദ്ധം ചെയ്യാനും തന്നെ അല്ലേ പണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയത് സുഹൃത്തെ. എന്നിട്ട് എന്തിയായി? അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ആരും പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ട് കാര്യമായിട്ടൊന്നുമില്ല, ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇത്രയും 10 വർഷം അവിടെ ചെയ്തില്ല ഈട്ടി, എന്നിട്ട് എന്തിയാ അവിടെ വല്ല മാറ്റം ഉണ്ടായി? ചെറുപ്പക്കാർക്ക് കൊടുക്കുകയും നിങ്ങൾ കാലാകാലം മരിക്കുന്നവരെ നിങ്ങൾ ആ പാർലമെന്റിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു ധാർഷ്ട്യം, ഇതൊക്കെ ഒരു വാശി, ഇതൊക്കെ ഏത് സിസ്റ്റമാണിത് നിങ്ങൾക്ക് വളർത്തുന്നത്? ഏത് സിസ്റ്റമാണ് എനിക്ക് മനസ്സിലാവണില്ലേ. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? സുഹൃത്തുക്കളെ, നിങ്ങളൊരു പാർട്ടി തീരുമാനം എടുത്താൽ നിങ്ങൾക്കൊരു എതിർ ശബ്ദമല്ലേ? ഒരുപാട് എൻ്റെ പഞ്ചായത്ത്, മേലാറ്റൂർ പഞ്ചായത്തിൽ യൂത്ത് ലീഗിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കമറു വിഷമമുണ്ട്, പക്ഷെ എന്താ ചെയ്യുക, വിഷമമുണ്ട് അവർക്ക് ഈ നിലപാടിൽ, പക്ഷെ എന്താ ചെയ്യുക, പാർട്ടി തീരുമാനമല്ലേ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപാട് ചെറുപ്പക്കാരില്ലേ യൂത്ത് ലീഗിൽ, അവരൊക്കെ അവസരം കൊടുക്കാതെ ഈ രണ്ട് പ്രായമായ ഇതെന്താ മലപ്പുറത്തെ വോട്ടർമാരെ വിഡ്ഢികളാക്കുകയാണ്. ചുരുക്കി പറഞ്ഞതാണ്, ഞങ്ങൾ ഏത് പുലിക്കൊടിയെ നിർത്തിയാലും മലപ്പുറം പോലുള്ള ജില്ലയിൽ ഞങ്ങൾ വിജയിക്കുന്നുള്ള നിങ്ങളെ ധാർഷ്ട്യം ഉണ്ടല്ലോ, അതിനെ തിരിച്ചടിയായിരിക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതിലൊന്നൊരു സംശയമില്ല. നിങ്ങൾ ഏത് പുലിക്കൊടിയെ നിർത്തിയാലും നിങ്ങൾ സിമ്പിളായിട്ട് വിജയിക്കുന്നുള്ള നിങ്ങളെ ധാർഷ്ട്യം ഉണ്ടല്ലോ, അത് മലപ്പുറത്തെ ജനങ്ങളെ, മലപ്പുറത്തെ വോട്ടർമാരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കാരണം ഒരുപാട് ചെറുപ്പക്കാരില്ലേ നിങ്ങളെ പാർട്ടിയിലൊക്കെ, ഒരുപാട് MSFിലൂടെയും യൂത്ത് ലീഗിലൂടെയൊക്കെ വളർന്ന ഒരുപാട് ചെറുപ്പക്കാർ അവസരം കൊടുക്കും. നിങ്ങൾ ഈ പ്രായമായ ആളുകളെ തന്നെ, ഇവരൊന്നും പ്രത്യേകിച്ച് ഇനി അവിടെ പോയിട്ട് ഒന്നും ചെയ്യാല്ല. ഈട്ടിനെ കൊണ്ട് കഴിയുന്ന 18 അടവും 19 അടവും പറ്റിയിട്ടാണ് ഈട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു, മകന് കോടികൾ ബിസിനസ് ഉണ്ട്. ഇനി എന്താ പുള്ളിക്ക് വേണ്ടത്? ഇനി പാർലമെന്റിൽ നിന്ന് അവിടെ തീരണമെന്നുള്ളൊരു ആഗ്രഹത്തിനാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ ചിന്തിക്കും, മുസ്ലിം ലീഗിലെ യൂത്ത് ലീഗിലെ പ്രവർത്തകരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാതെ നിങ്ങളെ തലവെച്ച് ചിന്തിക്കും. വെറുതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, എന്ത് ചെയ്താലും ഞങ്ങൾ മൂളിക്കൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഏകാധിപത്യം അല്ലല്ലോ, ഇത് ജനാധിപത്യ രാജ്യമല്ലേ. കമറുദ്ദീനായിട്ടുള്ള വ്യക്തിപരമായ തീരുമാനം എടുക്കാൻ അധികാരം എനിക്കുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു രാജ്യത്താണ്. പിന്നെ ഇവിടുത്തെ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് ഇനി എന്ത് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ ഒരു ഇരിക്കുക, പ്രത്യേകിച്ച് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ല, പ്രത്യേകിച്ച് ഒന്നും നിങ്ങളെ കൊണ്ട് ഇനി കഴിയൂല. അപ്പോൾ ചെറുപ്പക്കാരെ വിടിയും, അവരെന്തെങ്കിലും ചെയ്യോ നോക്കുക. മോദിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാരെ കാണുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമല്ലേ. പ്രത്യേകിച്ച് ഫൈസൽ ബാബുവിനെ പോലെയൊക്കെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഭാഷയിലും ചുടുക്കോനൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ്. അവരൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായം ഉണ്ടല്ലോ, ഇതൊന്നും അധികകാലത്തൊന്നും വില പോവില്ല. നിങ്ങൾ കണ്ടോളി, മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അവർ കാര്യക്ഷമതയോടുകൂടി വോട്ട് ചെയ്യാനും നിങ്ങളെ ആരെ നിർത്തിയാലും, പണ്ട് CM ബനാത്തുപാലൊക്കെ ഇവിടെ വന്ന് ഇവിടെ വന്ന് വിജയിച്ചു പോയി. ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ.
അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുന്നു, മോളെ വെച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ കുറച്ച് ആളുകൾ എന്നെ അവിടെ വന്നിട്ടോ എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യണ്, അവനങ്ങനെ തീരുമാനം എടുക്കാൻ പാടുണ്ടോ. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ നിലപാടുകൾ ചിലപ്പോൾ നിഷ്പക്ഷമായിരിക്കും, അത് ചിലവർക്ക് വിഷമം ഉണ്ടാക്കും, ചിലവർക്ക് അത് വേണ്ടായിരുന്നു. എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് നമ്മളെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടോ? എല്ലാവരും സുഖിപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അതിനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് എൻ്റെ ആയിട്ടുള്ള വ്യക്തിപരമായ നിലപാടുകളുണ്ട്, ആ നിലപാടുകളുമായിട്ട് അന്നും ഇന്നും എന്നും മുന്നോട്ട് പോകുള്ളൂ. അതിലൊന്നും ഒരു മാറ്റമൊന്നും ഇനി വരില്ല കേട്ടോ. അതൊന്നും മാറും നിങ്ങൾ ആരെയും പ്രതീക്ഷിക്കേണ്ടത്, അതൊന്നും മാറൂല, അത് ഇങ്ങനെ തന്നെ പോവുള്ളൂ. അതുകൊണ്ട് വസീഫ് വരണം, ചുടുചോറുക്കുള്ള ചെറുപ്പക്കാരനാണ്, എന്താ പറയുക, പ്രാസംഗികനാണ്, ചാനൽ ചർച്ചകളിലൊക്കെ വളരെ ഉഷാറായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ വരണം. അപ്പം നിങ്ങൾ പറയും എന്നാലും തോൽക്കും, തോറ്റോട്ടെ, എന്നാലും വേണ്ട. എൻ്റെ ഇപ്രാവശ്യത്തെ വോട്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടേ നിൽക്കുള്ളൂ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വസീഫിന് വേണ്ടി പ്രചാരണത്തിന് ഞാൻ ഇറങ്ങും. കണ്ടോളി നിങ്ങൾ.